ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒത്തിരി ചേരുവകളൊന്നുമില്ലാതെ വളരെ കുറച്ച് റോ ഐറ്റംസ് ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകും മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ മുഴുവനായും കാണാൻ ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് വെജിറ്റബിൾസ് വേവിക്കാൻ വെക്കണം. അതിനു വേണ്ടി ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ചട്ടി വെക്കാം. ഇതിലേക്ക് 1 കപ്പ് മുരിങ്ങയ്ക്ക കട്ട് ചെയ്തതും 1/2 സവോള കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ കിഴങ്ങ് കട്ട് ചെയ്തതും 2 പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്തതും ചേർക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് വേവിക്കാൻ ആവശ്യമായ വെള്ളവും ആവശ്യത്തിന് ഉപ്പും ഇട്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് തേങ്ങ വറുത്തെടുക്കണം. അതിനു വേണ്ടി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ഒരു ഇരുമ്പ് ചട്ടി വെക്കാം. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മല്ലിയും 3 വലിയ പാണ്ടിമുളകും 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 6-7 കൊച്ചുള്ളിയും 2 ചെറിയ കഷ്ണം ഇഞ്ചിയും ഇട്ട് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വറുത്തെടുക്കണം. ഇളക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി ഞാൻ ആ പാണ്ടിമുളക് ഒന്ന് കട്ട് ചെയ്ത് ഇടുന്നുണ്ട്. ഇപ്പം നമ്മുടെ തേങ്ങ മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് തേങ്ങയൊക്കെ ഒരുപോലെ മൂത്ത് വരാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇപ്പം നമ്മുടെ തേങ്ങയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ എന്തായെന്ന് നോക്കാം. ഇതെല്ലാം ഹാഫ് കുക്കായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തതും കൂടി ചേർത്ത് നമുക്ക് വേവിക്കാൻ വെക്കാം. അതുപോലെ നമ്മുടെ തേങ്ങയൊക്കെ എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ആറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് കുറച്ച് പിഴുപുളിയും ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ഈ അരപ്പ് നമുക്ക് കുക്കായ വെജിറ്റബിൾസിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റും കൂടി കുക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് പാകമായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചും കൂടെ ഒഴിക്കണം. അതിനു വേണ്ടി ഒരു ചെറിയ പാൻ നമുക്ക് അടുപ്പത്ത് വെക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ചൂടായ എണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുക് ആഡ് ചെയ്യാം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞതും കൂടി ഇട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ കൊച്ചുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് തീയലിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ഒരു തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള തീയലാണ്. തീർച്ചയായും നിങ്ങളിതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി കാണാം. ബൈ.